തൃശൂർ പോട്ട ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം കണ്ടെടുത്ത പോലീസ്. പ്രതി റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്നാണ് 12 ലക്ഷം രൂപ കണ്ടെത്തിയത്. കവർച്ചാ സമയത്ത് ഉപയോഗിച്ച കത്തിയും വസ്ത്രവും പോലീസ് കണ്ടെടുത്തു. രാവിലെ 10 മണിക്ക് റിജോയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കടമുള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ കടബാധ്യതയുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ അടുത്ത് തന്നെയാണ് ഈ സിറ്റ് ഔട്ട് മുറ്റൊക്കെ ടൈലിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. റിജോ പറഞ്ഞതേ കള്ളനെയൊന്നും പിടിക്കാൻ സാധ്യതയില്ല, അത് വല്ല അപ്പുറത്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് ആളുടെ ഒരു ഇതില് പിടിക്കില്ല എന്നുള്ളൊരു ധാരണയാണ്. ഇവിടെയുള്ള പ്രദേശവാസികളായിട്ട് നല്ല കമ്പനിയും കുറച്ച് നാളുകളായിട്ട് എല്ലാവരായിട്ട് നല്ല ഇടപഴകലും കൂടുതലായിരുന്നു എല്ലാവരായിട്ട്. പിന്നെ ഇങ്ങനെ ഇത്തിരി മദ്യപാനം ഉണ്ടായിരുന്ന കമ്പനി കൂടുതലുണ്ടായിരുന്നു ഇപ്പൊ കേട്ടിട്ടുണ്ട്. വിശദാംശങ്ങൾ പ്രദീപ് ജോസഫ് നൽകും. പ്രദീപ്, ഗുഡ് മോർണിംഗ്. രാവിലെ 10 മണിക്ക് തന്നെ പ്രതി റിജോയെ ബാങ്കിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമോ? ഈ തുകയിൽ 14,90,000 രൂപയാണല്ലോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കിയോ? ഇന്നലെ വൈകിട്ട് അറസ്റ്റായ റിജോ ആന്റണിയെ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് അയാളുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തിരികെ വീണ്ടും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. 10 മണിക്ക് ശേഷം ഈ കൊള്ള നടത്തിയ ബാങ്ക് ശാഖയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടക്കും. അതേസമയം ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്നുള്ള റിജോ ആന്റണിയുടെ അതിര് കടന്ന ആത്മവിശ്വാസം തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിന് മുൻപിൽ തകർന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 15 ലക്ഷം രൂപയോളമാണ് മോഷണം പോയത്. അതിൽ 2,09,000 രൂപ ഒരാളിൽ നിന്ന് കടം വാങ്ങിയത് തിരികെ കൊടുത്തിരുന്നു. ഇത്തരത്തിൽ ഇയാൾ തിരികെ കൊടുത്ത തുക ആ കടം നൽകിയിരുന്ന ആൾ ഇന്നലെ വൈകിട്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെത്തി ഡിവൈഎസ്പിക്ക് തിരിച്ച് കൈമാറിയിട്ടുമുണ്ട്. ബാക്കി തുകയാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. കിടപ്പുമുറിയിലെ ഷെൽഫിന് മുകളിലാണ് ഈ തുക സൂക്ഷിച്ചിരുന്നത്. മാത്രമല്ല, ഈ ബാങ്ക് കൊള്ളയടിക്കാൻ എത്തുമ്പോൾ ഒരു കത്തിയുമായാണ് ഇയാൾ എത്തിയത്, ജീവനക്കാരെ ഭയപ്പെടുന്നതിന് വേണ്ടി. അത്തരത്തിൽ ആ കത്തി വിദേശത്തു നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ആ കത്തിയും റിജോയുടെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് 10 മണിക്ക് ശേഷമാവും റിജോയെ ചാലക്കുടി ഫെഡറൽ ബാങ്കിൻ്റെ കവർച്ച നടന്ന ചാലക്കുടി ശാഖയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. അതേസമയം അല്പസമയം മുൻപ് റിജോയുടെ ഒരു അയൽക്കാരിയൊക്കെ ആയ സ്ത്രീ പറയുന്നത് നമ്മൾ കേട്ടു. സമാനമായ കാര്യമാണ് മറ്റാളുകളും പറയുന്നത്. അതായത് നാട് മുഴുവൻ ഈ കവർച്ച നടത്തിയ ആൾക്ക് വേണ്ടി അലയുമ്പോൾ ഈ കവർച്ച നടന്ന സ്ഥലത്തിനും പോലീസ് സ്റ്റേഷനും ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് റിജോയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിലിരുന്ന് നാട്ടുകാരും അയൽക്കാരും ബന്ധുക്കളും ഒക്കെയായി തമാശകൾ പറയുകയും ഈ മോഷണത്തെക്കുറിച്ച് പോലും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞിരുന്നത് മോഷണം നടത്തിയ ആൾ സമീപത്തുള്ള ഏതെങ്കിലും കാട്ടിലോ മറ്റോ ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവും തോന്നിയില്ല. പക്ഷേ പോലീസിന് ഇയാളിലേക്ക് സംശയം തോന്നിയപ്പോൾ തന്നെ ഇയാൾ വീട്ടിലുണ്ട് എന്ന് ഉറപ്പാക്കിയിരുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വാഹനം ഇതാണ് എന്ന് ഉറപ്പാക്കിയിരുന്നു. അതിനുശേഷം പോലീസ് ഇയാളുടെ വീട്ടിൽ ഇയാളെ പിടികൂടാൻ വേണ്ടി എത്തുമ്പോൾ ഇയാൾ ഞെട്ടി എന്നാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കാരണം ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്നുള്ള അമിത ആത്മവിശ്വാസമായിരുന്നു റിജോയ്ക്കുണ്ടായിരുന്നത്. മുഖം മറച്ച് തുവാല കിട്ടി അതിന് മുകളിൽ ഹെൽമെറ്റ് വെച്ച് ഒരിക്കലും തിരിച്ചറിയാതിരിക്കാൻ കൃത്യമായ ആസൂത്രണമാണ് നടത്തിയത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടു. മാത്രവുമല്ല, ആദ്യത്തെ ബൈക്കിൻ്റെ പോലും രൂപം മാറ്റുകയും ചെയ്തു. അങ്ങനെ പോലും താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി റിജോ അറസ്റ്റിലാകുന്നത്. ഇന്ന് 10 മണിക്ക് ശേഷം ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ശരി പ്രദീപ്.